അല്ല, ആ പെൺകുട്ടി ഇപ്പം നമ്മൾ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ഫിറോസിന് എന്തെങ്കിലും ബന്ധമുണ്ടെന്നായിരുന്നു സ്ഥാപിച്ചത്? അല്ല, ബന്ധമുണ്ടെന്നതിലുപരി അങ്ങനെ ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കേണ്ട അത്രയും അല്ലല്ലോ പുള്ളി. ബന്ധമുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ തകർക്കാൻ വേണ്ടിയിട്ട് അവരുമായിട്ട് കൂട്ടുപിടിക്കുന്നു എന്നുള്ളതാണ്. അതായിരിക്കും അദ്ദേഹത്തിന്റെ ഇഷ്യൂ. അല്ലാതെ ഇഷ്യൂ വന്നതിന് ശേഷമാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നത്. അല്ല, ഓൾറെഡി അത് ഞാനുമായിട്ടുള്ള അല്ല, അദ്ദേഹത്തിന്റെ ഇഷ്യൂ ഒക്കെ എന്നോ നടക്കുന്ന കാര്യങ്ങളാണ്. അതിപ്പം നമ്മൾ അത് നോക്കണ്ട, അവരുടെ ഇഷ്യൂ അത് വേറെ. നമ്മളടുത്ത് ഒരാൾ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതും. ഇപ്പൊ ഹൈദർജി ബാക്കിയുള്ളടത്ത് എല്ലാം ചിലപ്പം നെഗറ്റീവ് ആയിരിക്കാം. എൻ്റെ അടുത്ത് ഹൈദർജി പെരുമാറുന്ന വളരെ മാന്യമായിട്ടും ഞാൻ കണ്ടിട്ടുള്ള മാന്യമായിട്ടുള്ള വ്യക്തിയായിട്ടാണ്. നിങ്ങൾക്ക് ആ സ്നേഹം എനിക്ക് തിരിച്ചു തന്നാൽ മതി. എൻ്റെ അടുത്ത് പെരുമാറുന്നത് എങ്ങനെയാണോ അങ്ങനെ ഞാൻ ആ രീതിയിൽ ഞാൻ കാണുള്ളൂ. അല്ല മറ്റൊരാൾ എന്ത് പറഞ്ഞു എന്ന് നോക്കിയിട്ട് ഒരാളെ ഞാൻ വിലയിരുത്താറില്ല. അതൊരു ശരിയായ നടപടിയല്ലല്ലോ. ഈ ഒരു ഫോട്ടോ അദ്ദേഹത്തിന് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് അല്ലെ എന്നാണ് ഫിറോസിന്റെ മനസ്സിലുണ്ടായിരുന്നത്. ഈ വിഷയം ഉണ്ടായപ്പം നിങ്ങളെ ഈ പീരിയലും വാർത്തകളും ഒക്കെ വന്നതിന് ശേഷം ഫിറോസ് കാണിച്ച ഒരു മര്യാദ ഞാൻ എടുത്തു പറഞ്ഞു, സജനയെ തന്നെ വിളിച്ചു എന്നുള്ളതാണ്. അല്ല, സജിനെ ഞാൻ ഇപ്പോഴും വിളിക്കും. അതെ, ഇപ്പോഴും വിളിക്കുന്നോണ്ടാണ് വിളിച്ച് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തത്. പിന്നെ തീർച്ചയായും, കാരണം അത് സജിനയ്ക്ക് ആരെന്ത് പറഞ്ഞാലും സജിനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം ഞാൻ എന്താണെന്നുള്ളത്. അപ്പോൾ പല അലിഗേഷൻസ് വന്നെങ്കിൽ സജിന ഉറച്ചു നിൽക്കുന്നു. ഫിറോസ്ക്ക് അങ്ങനല്ല. നിങ്ങളുടെ ഫോട്ടോ കണ്ട് അദ്ദേഹത്തെ വിലയിരുത്തല്ലേ. ഫിറോസ്ക്ക് വേറെ ഫ്രണ്ട് ബാക്കി, കാരണം അവൾക്ക് എന്നെ വ്യക്തമായിട്ട് അറിയാം. അത് അനുഭവമാണ്. അവൾ എൻ്റെ കൂടെ ജീവിച്ച ഞാൻ എങ്ങനെയാന്നുള്ളത് അനുഭവമാണ്. അതുകൊണ്ടാണ് അവൾ അത്ര കോൺഫിഡൻസോടെ പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ ചുറ്റിൽ നിന്ന് പറയുന്നവരാണ്. മനസ്സിൽ ഇത് കാണാതെ അവിടെയാണ് സജനയുടെ ക്വാളിറ്റി മനസ്സിലാക്കിയത്. തീർച്ചയായും ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ബാക്കിയുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ കണ്ടിട്ട് അങ്ങനെ ആകാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ്, മറ്റുള്ളവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പോകുന്നതാണ്. സജിന എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ ജീവിച്ച് ഞാൻ എന്താണെന്ന് അറിയാവുന്ന വ്യക്തിയാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരാൾക്കെ നമ്മളെ കുറിച്ച് അറിയാൻ പറ്റൂ. സോ അതുകൊണ്ടാണ് അവള് അത്രയും കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞത്. അങ്ങനെ അല്ല എന്ന്. അല്ല, അത് എനിക്ക് ഫിറോസ് തുടക്കത്തിൽ പറഞ്ഞു പോയ 2 കാര്യങ്ങളാണ് എനിക്ക് പേഴ്സണലായിട്ട് ശരിക്കും എൻ്റെ മനസ്സിൽ കഴിയുക. ഈ വിഷയം ഉണ്ടാവുന്നു, ഞാൻ വിളിക്കുന്നത് സജനയെ തന്നെ വിളിക്കുന്നു, ഈ കാര്യങ്ങൾ പറയുന്നു, സജന ഷിയാസ് കരീമിനെ വിളിച്ചു, അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഫിറോസ് എന്ന് തന്നെ പറയുമ്പോൾ സജന ഇപ്പം ഫിറോസ് പറഞ്ഞത് സജനയ്ക്ക് ഫിറോസിനും സജനയും അറിയാവുന്നതുകൊണ്ടാണ് അല്ലെ. 100%. അതിന്റെ ഇടയിൽ ആരൊക്കെ കളിക്കുന്നു, ഇടയിൽ അത് എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. ഇടയിൽ കയറി മറ്റേ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഒരു ബുദ്ധിയുള്ളവന് മനസ്സിലാക്കാവേണ്ട കാര്യമാണ്. നമ്മളിപ്പം പല വാർത്തകളും കേൾക്കുന്നു, എയർപോർട്ടിൽ നിന്ന് ഒരു 5 കിലോ സ്വർണം പിടിച്ചു. ആക്ച്വലി ഒറ്റ കൊടുക്കുന്ന ഈ സ്വർണം കൊടുത്തേച്ച ആള് തന്നെയാണ്. എന്നിട്ട് അതിന്റെ മറവിൽ നടക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ 5 കിലോ അവിടുന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കുമ്പോൾ 10 കണക്കിന് സ്വർണം വേറെ അവിടുന്ന് കടത്തുന്നുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മറവിൽ കൂടി, ഈ ചെറിയ കാര്യത്തിന്റെ മറവിൽ കൂടി വലിയൊരു സാധനം അവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതാരും അറിയാതെ അതിനെ സേഫ് ആക്കുന്നുണ്ട്. മനസ്സിലായി? അത് നമുക്ക് വിവരമുള്ളവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അത് എല്ലാത്തിലും അങ്ങനെ ഒരു സംഭവമുണ്ട്. നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.